ഇടക്കര ഹയർ സെക്കൻഡറി സ്കൂൾ, സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടവകാശം വിനിയോഗിക്കുന്നത്. അവരുടെ വീടിൽ നിന്നും ഏതാണ്ട് 100-200 മീറ്റർ മാത്രം അകലെയുള്ള സ്കൂളാണ്. ആ സ്കൂളിലാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത്. നേരത്തെ പ്രകാശ് ഉള്ള സമയത്തൊക്കെ അദ്ദേഹവുമായി വന്നിരുന്ന് വോട്ട് ചെയ്ത സ്ഥലമാണ്. ഇപ്പോൾ 2 വോട്ടർമാരാണ് ആ വീട്ടിലുള്ളത്. ഭാര്യ സ്മിതയും നന്ദന പ്രകാശ് എന്ന മകൾ ഇന്ന് രാവിലെയും ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് വലിയ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. ഒരുപാട് ആളുകൾ ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസവും നന്ദന ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അച്ഛന്റെ ഓർമ്മകളെ കുറിച്ചൊക്കെ തന്നെയാണ് പറയുകയും ചെയ്തത്. എന്തായാലും ഇത് ശ്രദ്ധേയമാവുന്നത്, ഈ കുടുംബം കൂടുതൽ ശ്രദ്ധേയമാവുന്നത് PV അൻവറും ഒപ്പം എം സ്വരാജും ഒക്കെ ഈ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കണ്ട് വോട്ട് ചോദിച്ചപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഇതുവരെ ആ വീട്ടിലേക്ക് പോയില്ല എന്നതാണ് വലിയൊരു പ്രചാരണ വിഷയമായി തന്നെ LDF ക്യാമ്പ് ഉയർത്തിക്കാട്ടിയ ഒരു സംഗതി. ഇതിന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് അടക്കം മറുപടി പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അതും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും, അതായത് ഈ പോളിംഗ് പുരോഗമിക്കുന്ന സമയത്ത് പോലും ആ വീട്ടിലേക്ക് വോട്ട് ചോദിക്കാനായി എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ന് ഈ കുടുംബം വോട്ട് അവകാശം വിനിയോഗിക്കില്ല എന്ന് പോലും അഭ്യൂഹങ്ങൾ രാവിലെ മുതൽ ഉയർന്നിരുന്നു. കാരണം വോട്ടെടുപ്പിന്റെ തലേനാൾ അവർ കൊട്ടിയൂരിലെ വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇന്ന് രാവിലെയും അവരുമായി ബന്ധപ്പെടാൻ ഈ ബൂത്തിലെ ഭാരവാഹികൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും കഴിയാതെ വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ അഭ്യൂഹങ്ങളായിരുന്നു രാവിലെ മുതൽ നിലനിന്നിരുന്നത്. അവർ ഈ വോട്ട് ചെയ്യാൻ വരുമോ എന്ന സംശയം പോലും ഉണ്ടാവുന്ന ഒരു സാഹചര്യം. നേരത്തെ തന്നെ അവർ നിലപാട് പ്രഖ്യാപിച്ചതാണ്, കോൺഗ്രസിനൊപ്പമാണ് എല്ലാ കാലത്തും ഉണ്ടാവുക.